ശ്രീ പി ജെ വിൻസെന്റ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്തുകൊണ്ട് ശ്രീ പി ജെ വിൻസെന്റ്, അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. അതെ, യുദ്ധവ്യാപനത്തിന്റെ എല്ലാവിധ സൂചനകളും വന്നു കഴിഞ്ഞു. ഇറാന്റെ മിസൈൽ ശേഷിയെ കാര്യമായിട്ടൊന്നും ആക്രമിച്ച് തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അമേരിക്ക കൂടി രംഗത്ത് വരുന്നതോടുകൂടി ഗൾഫ് മേഖലയിലുള്ള ഖത്തറിലെ അമേരിക്കയുടെ സൈനിക താവളം അടക്കമുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും അമേരിക്കൻ കപ്പലുകളും ആക്രമിക്കാൻ ഇറാന് ഇനി യാതൊരു തടസ്സവുമില്ല. സ്വാഭാവികമായിട്ടും അത് വലിയ രൂപത്തിലുള്ള ഒരു യുദ്ധത്തിന്റെ അലയൊലിയാണ് ഉണ്ടാക്കുക. ഇറാന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിന് സംശയമില്ല. ലോകത്തിലെ സൈനിക സൂപ്പർ പവറായിട്ടുള്ള അമേരിക്കയുമായിട്ട് എത്രമാത്രം യുദ്ധം ചെയ്ത് വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. പക്ഷേ അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും ഗൾഫ് മേഖലയിലുള്ള സൈനിക താവളങ്ങൾ, ചെങ്കടലിലൂടെയുള്ള നാവിക ഗതാഗതം, അതുപോലെ ചരക്ക് ഗതാഗതം, ഇതൊക്കെ ഹൂത്തികളെ ഉപയോഗിച്ചൊക്കെ ആക്രമിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. അപ്പോൾ വെസ്റ്റ് ഏഷ്യ പൂർണ്ണമായിട്ട് ഒരു സംഘർഷത്തിൽ അമരുന്ന സാഹചര്യം നിലവിൽ വന്നു കഴിഞ്ഞു. 50 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളും ജീവന നാശവും സ്വത്തിന് നഷ്ടവും ഒക്കെ ഉണ്ടാക്കുന്ന നിലയിലേക്കും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തലത്തിലേക്കും ഈ സംഘർഷം വളരും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം അമേരിക്ക രംഗത്ത് വന്നു കഴിഞ്ഞാൽ തങ്ങൾ അടങ്ങിയിരിക്കില്ല എന്നുള്ള സന്ദേശം റഷ്യ, ചൈന അച്ചുതണ്ട് ഓൾറെഡി നൽകി കഴിഞ്ഞതാണ്. പുടിനുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ ഇറാനിലെ ഒരു റഷ്യൻ ചേഞ്ച്, ഭരണമാറ്റത്തിന് വേണ്ടി പരിശ്രമിക്കരുത് എന്ന് കൃത്യമായി നിർദ്ദേശം റഷ്യ നൽകി കഴിഞ്ഞു. ചൈനയ്ക്കും അക്കാര്യത്തിൽ അമേരിക്കയുടെ താല്പര്യങ്ങളോട് കൃത്യമായ വിയോജിപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഈ റഷ്യയുടെയും ചൈനയുടെയും നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തവും വളരെ കൃത്യത വരുത്തേണ്ടതുണ്ട്. അവർ കൂടി ഇറാനെ സഹായിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ യുദ്ധത്തിന്റെ ഗതി മാറാനുള്ള സാധ്യതയാണുള്ളത്. ഏതായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യയിൽ സംഘർഷം വ്യാപിക്കും എന്നുള്ളത് നിസ്സംശയം പറയാം. വിൻസെന്റ് സാർ, ഇതിൽ നമ്മളതിൻ്റെ രാഷ്ട്രീയ വശങ്ങളൊക്കെ മാറ്റിവെച്ചാൽ മാനുഷികമായി നോക്കുമ്പോൾ വലിയ വിനാശമാണ് ഇരു രാജ്യങ്ങൾക്കും, ഇസ്രായേലിലും ഇപ്പോൾ ഇറാനിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ആ തലത്തിൽ നിന്നുകൊണ്ടുകൂടി ഒരു സൊല്യൂഷൻ സാധ്യമാണോ? അത് സൊല്യൂഷൻ സാധ്യമല്ല എന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തോടു കൂടി തന്നെ വ്യക്തമായ കാര്യമാണല്ലോ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭരണമാറ്റം തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ ഇറാനിൽ ഇസ്ലാമിക റവല്യൂഷൻ ദൃഢീകരിക്കപ്പെട്ട ഒരു രാജ്യമാണ്. സിറിയയിൽ ഇടപെട്ടതുപോലെ, ഇറാഖിൽ ഇടപെട്ടതുപോലെ ആ രാജ്യത്തിൽ സൈന്യം നേരിട്ടിറങ്ങി ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക അസാധ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ സാമ്പത്തികവും സൈനികവുമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുന്നതിലൂടെ മാത്രമേ ഇറാനെ അമേരിക്കയുടെ എയിംസ്, അവർ പറയുന്നതെല്ലാം കേട്ട് ഏകപക്ഷീയമായ കീഴടങ്ങിലേക്ക് നയിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതാകും എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എണ്ണപ്പാടങ്ങൾ തകർക്കപ്പെടും, മറ്റ് സാമ്പത്തിക ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ തകർക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ ജനജീവിതത്തെയാണ് ബാധിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 9 കോടി മനുഷ്യരുള്ള ഒരു രാജ്യമാണ്. ഉപരോധം മൂലം പൊറുതിമുട്ടിയ ഒരു രാജ്യമാണ്. ജനങ്ങൾക്ക് അതിജീവനത്തിനുള്ള സാധ്യത കുറവാണ്. വലിയ ആൾനാശം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനം. ശരി, വളരെയധികം നന്ദി ശ്രീ പി ജെ വിൻസെന്റ്.